അമ്മൂമ്മോയ് ഫുഡ് എവിടെ? കൊണ്ടുവരുമല്ലയോ? എന്തിനാ കിടന്നിങ്ങനെ വിളിച്ചു പോകുന്നേ? അതിനെ കാണാനില്ലല്ലോ. അളിയോ അല്ലേ, ഞാൻ ഇരുന്നേട്ടാ. എന്താണ് അളിയ ഈ സമയത്ത് ഒരു ഭക്ഷണം കഴിപ്പ്? അത് പിന്നെ എനിക്ക് എല്ലാ ദിവസവും ഉള്ളൊരു ശീലമാണ് അളിയ. രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഫുഡ് കഴിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടല്ലോ ഇതുപോലെ. ഓഹോ. അളിയല്ലേ? അല്ലടാ അളിയ, ഞാൻ രാവിലെ കഴിച്ചല്ലേ. ഞാൻ രാവിലെ കഴിച്ചതാണ്. ഇരി അളിയാ, ഇരിക്കണോ? ഇരി അങ്ങോട്ട് ഒരെണ്ണം കഴിക്കുക. അളിയെ നിർബന്ധിക്കുമ്പോ പിന്നെ എങ്ങനെ പറ്റത്തില്ലെന്ന് പറയുന്നത്? ഒറ്റ മതി. ഞാൻ വിളമ്പി കൊടുക്കാൻ അളിയന്. അളിയ ഒരെണ്ണം മതി. സ്നേഹത്തോടെ തരുമ്പോ വേണ്ട വേണ്ടെന്ന് പറയല്. നല്ല കിടക്ക തക്കാളി ചട്നിയാണോ ഇത്? ചട്നിയാണ്. അയ്യോ അളിയ, ഞാൻ ചട്നി കഴിക്കത്തില്ല. ചട്നി എനിക്ക് വർക്കല്ല. അയ്യോ എന്തോ അതിന് ടേസ്റ്റ് എനിക്ക് പറ്റത്തില്ല. ആണോ? സാമ്പാറല്ല. അയ്യോ സാമ്പാർ തീർന്നു പോയി മോനെ. അയ്യോ അടാളി, അങ്ങനെയാണ് പാടാ. അളി ഈ ചട്നി കഴിച്ചിട്ടുണ്ടോ? ഈ ചട്നി എന്ന് പറഞ്ഞാ അമ്മൂമ്മ ഉണ്ടാക്കണ ചട്നി? ഇല്ല, അമ്മൂമ്മ ഉണ്ടാക്കുന്ന ചട്നി കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ലല്ലോ. അളിയ അതിന് കഴിച്ചു നോക്ക്. അളിയ കഴിച്ചു നോക്കിയിട്ട് പറ. ശരിക്കും അളിയ നല്ല സ്പെഷ്യൽ അമ്മൂമ്മയുടെ കിടുക്ക് ചട്നിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. വെറൈറ്റി ട്രൈ ചെയ്ത് നോക്ക്. നീ പറഞ്ഞ പിന്നെ കേട്ടല്ലേ പറ്റത്തുള്ളൂ. സൂപ്പറാ. അതാണ് കഴിയളി അങ്ങോട്ട്. എന്നാ അങ്ങോട്ട് ചട്നി ആഹാ, രണ്ടുപേരും കൂടെ പിന്നെയും കഴിക്കേ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കഴിക്കാനേ ആർത്തിയില്ല. ഓ, അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ആർത്തിയെന്ന്. രണ്ടുപേരും ഞാൻ ഉദ്ദേശിച്ചില്ല, ഞാൻ നിന്നെയാണ് ഉദ്ദേശിച്ചത്. ഇതെന്താ പ്ലേറ്റിലെ ചട്നിയൊക്കെ? അപ്പൊ ചട്നി കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞത് എന്റെ അടുത്ത് കള്ളം പറഞ്ഞതാണല്ലേ? ലച്ചു, കുറച്ചു മുമ്പ് വരെ ഞാൻ കഴിക്കത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കഴിച്ചു. ലച്ചു ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുമ്പം ഒരാളെ സ്നേഹത്തോടെ നിർബന്ധിച്ച് തന്നാലേ എനിക്കതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ അളിയൻ സ്നേഹത്തോടെ നിർബന്ധിച്ച് എനിക്ക് തന്നു, ഞാൻ കഴിച്ചു. സൂപ്പർ സാധനം. ഓ അങ്ങനെ. അല്ല, നിനക്ക് ആട്ടുംകാട്ടത്തിന്റെ ടേസ്റ്റ് അറിയോ? അളിയൻ സ്നേഹത്തോടെ കുറച്ച് ആട്ടുംകാട്ടം കൊണ്ടുവന്ന് തന്നാ നീ അത് കഴിക്കൂ? കാര്യമാക്കണ്ടേ, സിനിമ ഡയലോഗ്. ചാച്ചി, ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മള് ഒരാളോട് നമുക്ക് അത്ര ഇഷ്ടം ഉണ്ടെങ്കിൽ ആളത് വേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ അവരെ കൊണ്ട് സ്നേഹത്തോടെ കഴിപ്പിക്കണം. അല്ലാതെ വേണ്ടെന്ന് പറയുമ്പോ തന്നെ എന്നാ പിന്നെ നീ തിന്നണ്ടെന്നുള്ള രീതിയിൽ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ കഴിക്കില്ല അവര്. നമ്മളിതാ ഇതേപോലെ അളിയ കഴിയളിയ അപ്പൊ നോയ്യ. ഓ, അപ്പൊ ഇതുപോലെ സ്നേഹത്തോടെ കൊടുക്കണോ അല്ലേ? സ്നേഹത്തോടെ കൊടുക്കണം. ഞാനേ സ്നേഹത്തോടെ തന്നതാ, കഴിക്ക്. ഇതാ മോനെ സ്വഭാവം. ഇവിടെ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്റെ പൊന്നളിയ, നമ്മൾ അളിയന്റെ അടുത്ത് വിളിച്ച് പറയണില്ലെന്നേ ഉള്ളൂ. ഇവിടെ നമ്മളോട് അനുഭവിക്കുക. അല്ലടാ, എന്നാലും അവളിപ്പോ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ കാര്യം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മിക്കവാറും അളിയന്റെ അടുത്ത് മറ്റേ ഏതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോ. ലയ, അതിന്റെ പ്രശ്നമായിരിക്കും. എന്തായാലും നിങ്ങൾ കഴിക്കുക കേട്ടോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ മുമ്മ, ചമ്മന്തി ഭയങ്കരമായിട്ട് കൂടിപ്പോയല്ലേ? ഇല്ല, ഒരു മിനിറ്റ്, ഞാൻ ഡീൽ ചെയ്യാം. ഈ ചമ്മന്തി കഴിക്കുമ്പോഴേ നമ്മൾ ഫസ്റ്റ് ഇഡലി ഇങ്ങനെ ഇട്ട് നന്നായിട്ട് കുഴക്കണം. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കുഴക്കുമ്പോഴത്തേന് ഒരു സാധനം അങ്ങോട്ട് വരും. അതെടുത്തിട്ട് ഇങ്ങനെ കണ്ടോ, നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യം ഇങ്ങനെ രണ്ട് അളിയന്മാരെ കിട്ടിയത്. അയ്യോ, ഞാൻ അടിച്ചുതരാം. കഴിക്ക്. എന്താടാ വെള്ളം വേണോ? കുടിക്ക്. പീഡനം സത്യം പറയല്ല, കൊടും പീഡനം, ഗാർഹിക പീഡനമാണ് ഇവിടെ നടക്കണ. അറിയുള്ളതിന് എന്റെ പൊന്നളിയെ ഓക്കെ അല്ല. എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? കേട്ടോ, തൊണ്ട കുഴിയാ പോയെങ്കില
പറയാൻ പറ്റില്ല, ചിലപ്പോ തിരിച്ചു വന്നിട്ട് വല്ലവരും തലക്കടിക്കും. അത്രയും ദ്രോഹമാണ് ഇവിടെ. വേറെ കൊടിയ പീഡനമാണ് ഞാൻ ഇവിടെ അനുഭവിക്കണം. കുഴപ്പമില്ല, നീ ഇപ്പൊ ഒരു ഇഡ്ഡലിയും കൂടെ കഴിക്കും. ജ്യൂസ് അടിക്കുവാണോ? ജ്യൂസ്. എന്ത് ജ്യൂസ്? വാട്ടർമെലൺ ജ്യൂസ്. എന്റെ ഫേവറേറ്റ് ആണ്. കേശുളിന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു, അതാ ജ്യൂസ് അടിച്ചത്. കേശുവളിന് പിന്നെ എന്താ ഫേവറേറ്റ് അല്ലാത്ത? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നീ കേശുളിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ കളിയാക്കിയാ പറഞ്ഞത്. അത് അത്ര വേണ്ട കേട്ടോ, എനിക്ക് വല്ലാണ്ട് ഫീൽ ആവുന്നു. എന്നാ പിന്നെ ഈ ഒരു ഗ്ലാസ്. അപ്പൊ എന്റെ അടുത്ത് സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ സ്നേഹം ഇല്ലാണ്ടിരിക്കും. അളിയൻ വീട്ടിൽ ഇരിക്കുക, അളിയന് കൊടുക്കാനുള്ള. അളിയന് കൊടുക്കാനുള്ളതാണ്. സിധു, ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരട്ടെ. ഒരാള് നന്നാവാനേ അയാള് വിചാരിച്ചാ മതി. പക്ഷെ ഒരാള് മോശമാവാൻ അങ്ങനെ ആവണം എന്നില്ല. മനസ്സിലായില്ല? എടാ, ഒരാള് ചീത്തയാവാനേ അയാളുടെ കൂട്ടുകെട്ട് മതിയെന്ന്. എനിക്ക് കത്തിയില്ല. ഫോർ എക്സാമ്പിൾ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആതിര. അവളുടെ ഹസ്ബൻഡ് കല്യാണത്തിന് മുന്നേ വെള്ളമടി, സിഗരറ്റ് വലി, ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണത്തിന് ശേഷം എല്ലാം തുടങ്ങി. ആതിരയുടെ കയ്യിലിരിപ്പ് കൊണ്ടാവല്ലേ? ആതിരയുടെ കയ്യിരിപ്പ് കൊണ്ടല്ല, പിന്നെ ആതിരയുടെ അനിയന്റെ കയ്യിരിപ്പ് കൊണ്ട്. ആതിരയുടെ അനിയന്റെ ഒപ്പം കൂടിയതിനു ശേഷേ ഇയാള് വെള്ളമടി, സിഗരറ്റ് വലിയ ഇല്ലാത്ത അലമ്പൊന്നുമില്ല, എല്ലാം തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീയും കൂടെ ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായി. അതിന് ആതിരയുടെ അനിയനായിട്ട് ഞാൻ കമ്പനി ഇല്ലല്ലോ. പക്ഷെ എന്റെ അനിയനായിട്ട് കമ്പനി ഉണ്ടല്ലോ. എന്തേ വലിക്കാൻ പോടോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. ഒന്ന് സൂക്ഷിച്ചാ കൊള്ളാം, കൂട്ടുകൂടി ചീത്തയാവരുത്, അത്രേ ഉള്ളൂ. ഓ അങ്ങനെ. അങ്ങനെ നിന്റെ അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അളിയൻ, എന്റെ സ്വന്തം അനിയൻ. വെറുതെ അവനെ കുറിച്ച് ഇങ്ങനെ മോശം പറയല്ലേ. അവനെ അവിടെ വാട്ടർമെലൺ ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ഞാൻ ചെന്ന് കൊടുത്തിട്ട് വരാം. ലച്ചൂസിന് ജ്യൂസ് വേണമെങ്കിൽ ആ തണ്ണിമത്തനില്ലേ, അതെടുത്ത് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചോ. അഥവാ വേണ്ടെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കണം. ചിലപ്പോ കേശുളിനെ കുറച്ച് കഴിഞ്ഞിട്ട് ജ്യൂസ് വേണ്ടി വരും. അളിയാ, പിന്നെ എന്തിനാണ് എന്നെ കെട്ടിയത്? അളിയനെ അങ്ങ് കെട്ടിയാ പോരെ. ഞാൻ വിചാരിച്ച അന്നത്തോടെ പോകുന്നു. ഇല്ലടാ, നീ കഴിവുള്ളവനല്ലേ, രക്ഷപ്പെടാൻ അറിയാം. അതെയോ? ആരും പൊളിച്ചു കേട്ടാ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി തരാം. അത് മതി. അളിയാ, അളിയാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അളിയൻ പറയലയോ? അളിയനെ എനിക്ക് അളിയനായിട്ട് കിട്ടിയത് എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യം. അളിയാ, അത് തന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഞാൻ ആരാ മുതല്? അല്ല അല്ല, അപ്പൊ ലച്ചു ചേച്ചിയോ? ലച്ചു ചേച്ചിയാ. അളിയനെ എനിക്ക് അളിയനായിട്ട് കിട്ടിയതുകൊണ്ട് കൂടെ കിട്ടിയ ബോണസ് അടേ. ചേച്ചി, ഈ ബോണസ് എന്തുവാ? തനിക്ക് ബോണസ് ആയിട്ട് കിട്ടിയതാണോ? എന്തിനാണ് ഇപ്പൊ എന്റെ അളിയനെ വന്ന് ഇങ്ങനെ തട്ടണത്? എന്തിനാണ്? എന്റെ പുന്നാളിയനെ അങ്ങനൊന്നും ചെയ്യല്ലോ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെ, എനിക്ക് ഇപ്പൊ അറിയണം, തനിക്ക് ഞാനാണോ വലുത് അതോ കേശുവാണോ വലുത്? അതില് സംശയം എന്തിരിക്കണ്? എന്റെ അളിയനെ ഞാൻ തന്നെയല്ലേ വലുത്. അങ്ങോട്ട് പറഞ്ഞു കൊടാളിയാ. ഞാനേ എന്റെ ലച്ചുവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാലും എന്റെ അളിയനെ ഞാൻ കളയത്തില്ല. എന്റെ ചക്കരയല്ലടാ നീ. വൃത്തികെട്ടവനെ. ആരെ പുറത്തോട്ടെന്ന് വെച്ചേ? ആരെ വിളിച്ചേ? എന്റെ അളിയനെ അങ്ങനെ വിളിക്കില്ല കേട്ടോ. ചേച്ചാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. ഓട്ടറാ ചീളി കേസ്. അല്ല പിന്നെ എന്റെ അളിയനെ വൃത്തിയോട്ടെന്ന് വിളിക്കണ? ചീളി കേസാ? ഞാനാ തന്നെ ചീളി കേസ? ചേച്ചി ചുമ്മാ ഇങ്ങനെ പൊസസീവ് ആവില്ലേ? പ്ലീസ് ഗെറ്റ് ലോസ്റ്റ് മിസ്റ്റർ ലച്ചു. പൊസസീവ് അല്ലേ? അളിയന് ഇഷ്ടപ്പെട്ട ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു, അളിയന് ഇഷ്ടപ്പെട്ട ഷർട്ട് ഇടുന്നു, ഇഷ്ടമല്ലാത്ത ഭക്ഷണം അളിയൻ പറഞ്ഞതിന്റെ പേരിൽ ഇഷ്ടപ്പെട്ടങ്ങ് കഴിക്കുന്നു. അതെ, അങ്ങനെയൊക്കെ കഴിക്കും. എന്താ അവിടെ പ്രശ്നം? പ്രശ്നോ? സിദ്ധു പറയാ സിദ്ധുവിന് എന്നെ ബോണസ് ആയിട്ട് കിട്ടിയതാന്ന്. ബോണസാ? അപ്പടിനാ കേശു അളിയന് കിട്ടിയപ്പോഴത്തേക്ക് എന്നെ ഫ്രീ ആയിട്ട് കിട്ടിയതാന്ന് ബോണസ്. ലച്ചേച്ചി പറഞ്ഞൊന്നും അല്ല കാര്യം. സിദ്ധു അളിയനും കേശുവേനും തമ്മിൽ ഭയങ്കര കൂട്ടാണല്ലോ. അപ്പൊ ലച്ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ലയോ? മരുന്ന് കഴിക്കുമ്പോ മാറുകയും ചെയ്യുന്നുണ്ട്. അമ്മൂമ്മ, അത് മൈഗ്രേൻ, ഇത് പൊസസീവ്നെസ് എന്ന് വെച്ചാല് അളിയൻ
ചേച്ചിയുടേത് മാത്രമാണ് എന്നൊരു ചിന്ത. ലച്ചുസേ ഇതൊക്കെ ഭയങ്കര മോശം കേട്ടോ. മോളെ സിദ്ധുവിന് വേറെ ആരും ഇവിടെ കൂട്ടുകാരില്ലല്ലോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എന്നാ പിന്നെ ഇവിടെ കൂട്ടും കൂടി അങ്ങ് ഇരുന്നോട്ടെ, എനിക്കെന്താ? ഉമ്മ നിങ്ങളിത് കാര്യമായിട്ട് എടുക്കുന്നു, ഇതൊക്കെ ചുമ്മാ രസം. എന്തിനാ മോനെ വെറുതെ അവളെ വഴക്കുണ്ടാക്കിക്കുന്നേ? എന്നാലല്ലേ ഒരു ഫൺ. പിന്നറിയാ ചേച്ചി പോട്ടളേ, നമുക്ക് ഇവിടെ നിന്ന് കാര്യം പറയാം. എന്നിട്ട് മെർലിന്റെ അത് പതൊക്കെ പറയാം, അതെല്ലാം കേട്ടോണ്ട് വരും. മെർലിന്റെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴായിരുന്നു ശരിക്കുള്ള സീന്. ഒന്ന വാക്കിന് ചേച്ചി കാരണം പൊത്തി ഒരെണ്ണം തന്നു. ടോട്ടൽ മൊത്തത്തിൽ ലച്ചുവിന്റെ വയലൻസ് അല്ലേ? തന്നെ തന്നെ തന്നെ